വർഷം 2009 ജനുവരി 15 US എയർവേസ് ഫ്ലൈറ്റ് 1549 അതിന്റെ യാത്ര പുറപ്പെട്ടു. ഇതൊരു എയർബസ് A320 ആണ്. റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ആയതിനു ശേഷം മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരു കൂട്ടം പക്ഷികൾ വന്നിട്ട് ആ വിമാനത്തിലിടിക്കുന്നത്. അതോടുകൂടെ വിമാനത്തിന്റെ 2 എഞ്ചിനും ഫെയിലായി. ഇപ്പൊ വിമാനത്തിനകത്തുള്ള പൈലറ്റ്സ് എന്ന് പറയുന്നത് ക്യാപ്റ്റനായ സള്ളിയും ഫസ്റ്റ് ഓഫീസറായ ജെഫുമാണ്. ഇനിയിപ്പം വിമാനം പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, 2 എഞ്ചിനും പോയി. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം ഇപ്പൊ താഴ്ന്നു പറന്ന് സിറ്റിയുടെ മുകളിലാണ് നിൽക്കുന്നത്. എവിടെയും അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ പേടിച്ചുറക്കം നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം വിമാനം നേരെ വന്നിട്ട് സിറ്റിയിലെ ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിച്ചിറങ്ങാണ്. അതോടുകൂടെ വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ സള്ളി അയാളുടെ ബെഡിൽ നിന്ന് ഞെട്ടിയെഴുന്നേക്കാണ്. ഇത് അയാളെ കണ്ടൊരു സ്വപ്നമായിരുന്നു. എന്നാൽ ആ ബിൽഡിങ്ങിൽ വന്ന് ഇടിച്ച കാര്യം മാത്രമാണ് സ്വപ്നം. ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് പറന്നു പൊങ്ങിയതും പക്ഷികൾ വന്ന് ഇടിച്ചതും ഒക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. എന്നാൽ അയാൾ ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം ചെയ്തു. അന്ന് ATS നിന്ന് അയാളടുത്ത് വിളിച്ചു പറഞ്ഞത് 7 മൈൽ അപ്പുറത്തായിട്ട് ഒരു എയർപോർട്ട് ഉണ്ട്, നിങ്ങൾ അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യണമെന്നാണ്. എന്നാൽ അങ്ങോട്ട് പോകുന്നത് റിസ്ക് ആണ് എന്ന കാര്യം സള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വിമാനം അവിടുത്തെ ഹഡ്സൺ നദിയിലേക്ക് ഇറക്കി. അങ്ങനെ ഒരാൾക്ക് പോലും അപകടം പറ്റാതെ അയാൾ ആ വിമാനം ലാൻഡ് ചെയ്തു. ഈ ഒരു സംഭവം കഴിഞ്ഞതിനെ തുടർന്ന് സള്ളി ആണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഹീറോ ആയിട്ട് മാറി. എന്നാൽ അയാളെ സംബന്ധിച്ചിട്ട് ആ സംഭവത്തിന് ശേഷം അയാൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഒരു പൈലറ്റ് എന്ന നിലയിൽ ഇനി അയാൾക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യാനുണ്ട്. ഇവിടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. പൂർണ്ണമായിട്ടും കഥ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് റിയൽ ആയിട്ട് നടന്നൊരു സംഭവം കൂടെയാണ്. 2016 റിലീസ് ചെയ്ത സള്ളി മിറാക്കിൾ ഓഫ് ഹഡ്സൺ എന്ന സിനിമയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ വിമാനാപകടത്തിനെ തുടർന്ന് സള്ളി ഇതുവരെയായിട്ട് വീട്ടിൽ പോലും പോയിട്ടില്ല. കാരണം ഇനി അയാൾക്ക് ഒരുപാട് ഹിയറിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാരിയറ്റ് ഹോട്ടലിലാണ് അയാൾ ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ അവിടെ ന്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 150 യാത്രക്കാരും 3 എയർ ഹോസ്റ്റസും 2 പൈലറ്റുകളുമാണ്. ക്യാപ്റ്റന്റെ എക്സ്പീരിയൻസും പിന്നെ ഭാഗ്യം ഒന്നും കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അപകടം ഒഴിവായി പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവിച്ചത് ഒരു മിറാക്കിൾ ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ ഇങ്ങനെ പറയുന്നത്. ഇതൊന്നും കൂടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുടെ ഇന്റർവ്യൂവും കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ഭയങ്കര പാനിക്കഡുമാണ്, എന്നാൽ ഭയങ്കര സന്തോഷത്തിലുമാണ്. അവരുടെ എല്ലാവരുടെയും ഹീറോ ഇപ്പൊ ക്യാപ്റ്റനായ സള്ളിയാണ്. അങ്ങനെ ആ വാർത്തയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം സള്ളി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അവിടേക്കാണ് അയാൾ പോയിരിക്കുന്നത്. സള്ളി മാത്രമല്ല ഫസ്റ്റ് ഓഫീസറായ ജെഫും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ ഒരു മുഖവുര പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഈ US ഫ്ലൈറ്റിന്റെ വാട്ടർ ലാൻഡിങ്ങിനെ കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരൊരു മുഖവുര പറയുന്നത്. എന്നാൽ വാട്ടർ ലാൻഡിംഗ് എന്ന് കേട്ടതും സള്ളി പറയുന്നത് ഇതൊരിക്കലും വിമാനം തകർന്നു വീണതല്ല, ഞാൻ മനഃപൂർവ്വം വെള്ളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയതാണ് എന്നാണ് സള്ളി പറയുന്നത്. അത് കേൾക്കുന്ന ഓരോ ഓഫീസർ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള എയർപോർട്ടിലേക്ക് പോയില്ല? ലാഗാഡിയ എയർപോർട്ട് 7 മൈൽ അപ്പുറത്താണ് എന്ന കാര്യങ്ങളൊക്കെ ATS നിന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകാതെ വെള്ളത്തിലേക്ക് ഇറക്കി എന്നാണ് ഒരു ഓഫീസർ ചോദിക്കുന്നത്. അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ സള്ളി പറയുന്നത് അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അതായത് ഞങ്ങൾ മതിയായ ഉയരത്തിലായിരുന്നില്ല, ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഏക വഴി ഹഡ്സൺ നദിയിലേക്ക് ഇറക്കുക, അത് മാത്രമായിരുന്നു. അതായത് ഞങ്ങളുടെ മുമ്പിൽ മതിയായ നീളവും നിരപ്പും പരപ്പും ഒക്കെയുള്ള ഏക സ്ഥലം ആ നദി മാത്രമായിരുന്നു. സള്ളി ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATS നിന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയതാണ് നിങ്ങൾ ലാഗാഡിയയിലേക്ക് പറക്കാൻ ശ്രമിച്ചു എന്ന്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചെങ്കിൽ എന്തുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു? ശരിയാണ്, ലാഗാഡിയയിലേക്ക് പറക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷെ ഇടത്തോട്ട് തിരിച്ച് ആ നിമിഷം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാനിനി അങ്ങോട്ട് പറക്കാൻ ശ്രമിച്ചാലും എനിക്ക് അവിടേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. മാത്രമല്ല അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന മറ്റു മാർഗങ്ങളും ഞങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാഗാഡിയയിലേക്ക് പറക്കുക എന്നുള്ളത് ഒരു അബദ്ധമായിട്ട് മാറിയനെ എന്നാണ് സള്ളി അതിന് മറുപടി പറയുന്നത്. ഓക്കെ മനസ്സിലായി, എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എങ്ങനെ ആ കാൽക്കുലേഷനിലെത്തി അതൊന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ പറ്റുമോ? അതെങ്ങനെയാണ് കാൽക്കുലേഷൻ ആവുന്നത്? കാൽക്കുലേറ്റ് ചെയ്തിരിക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 40 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പൈലറ്റാണ്. ആ ഒരു എക്സ്പീരിയൻസിനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് സള്ളി അതിന് മറുപടി പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ വിദഗ്ധരുടെ അനുമാനത്തിൽ തിരിച്ച് എയർപോർട്ടിലേക്ക് പറക്കാൻ ആ വിമാനത്തിന് കഴിയുമായിരുന്നെന്നാണല്ലോ. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ഉദ്യോഗസ്ഥൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പം സള്ളി അതിന് മറുപടി പറയുന്നത് ആ അനുമാനത്തിലെത്തിയത് നിങ്ങളുടെ എഞ്ചിനീയേഴ്സ് അല്ലേ, അവരാരും പൈലറ്റുമാരല്ലല്ലോ എന്നാണ് സള്ളി തിരിച്ചു ചോദിക്കുന്നത്. ഓക്കെ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് കുറെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. മാത്രമല്ല നമ്മുടെ സിമുലേറ്ററിൽ വെച്ചിട്ട് അന്നുണ്ടായ സംഭവമൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യും. ഇതിനെല്ലാം ശേഷമേ നമുക്ക് ഇതിന്റെ വിധി പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, 2 എഞ്ചിനുകൾ ഒരേ സമയത്ത് കേടായിപ്പോയി എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അതും പക്ഷി ഇടിച്ചിട്ട്. എങ്ങനെയാണ് പക്ഷികൾ ഇടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ് അവർ അടുത്തേക്ക് ചോദിക്കുന്നത്.
അതേക്കുമ്പോൾ പക്ഷിയടിച്ച് എഞ്ചിൻ തകർന്നൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ഞങ്ങളുടെ കേസിൽ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു, ഇതല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാണ് സള്ളി പറയുന്നത്. അങ്ങനെ സള്ളിയുടെ ആ മറുപടി കിട്ടിയതിനു ശേഷം അവരടുത്തായിട്ട് ചോദിക്കുന്നത് സള്ളിയുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അയാൾ മതിയായിട്ട് ഉറങ്ങിയിരുന്നോ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടോ, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ. എന്നാൽ ആ കാര്യത്തിലൊക്കെ സള്ളി ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഫസ്റ്റ് ഓഫീസറായ ജെഫും അതുപോലെ തന്നെ. ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം തൽക്കാലം ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു. പക്ഷെ ഇതോടുകൂടെ എല്ലാം തീരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് സള്ളി ആദ്യം വിളിക്കാൻ ശ്രമിക്കുന്ന അയാളുടെ ഭാര്യയാണ്. ആ വിമാനം വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചോന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും അയാൾ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ അവളെ ഒന്ന് കണക്ഷനിൽ കിട്ടുമ്പോഴാണ് അയാൾക്കും സമാധാനമാവുന്നത്. മാത്രമല്ല അയാളുടെ ഭാര്യയ്ക്കും. ഈ സള്ളിക്ക് 2 പെൺമക്കളാണ്. എന്നാൽ ഈ സമയം സള്ളി അവളെ വിളിച്ചപ്പം അവൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം കുറെ പത്രക്കാര് സള്ളിയുടെ വീടിന് മുന്നിലുണ്ട്. അവരുടെ ആ ബഹളം കാരണം ഇവക്കൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സള്ളി ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും സള്ളിയുടെ വണ്ടിയും അവരുടെ ഹോട്ടലിന് മുമ്പിലെത്തി. ഈ സമയം അവിടെയും നിറയെ പത്രക്കാരാണ്. പക്ഷെ അവരോട് വലിയൊരു മറുപടി ഒന്നും പറയാതെ സള്ളിയാണെങ്കിൽ ഹോട്ടൽ റൂമിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സള്ളി ഭാര്യയെ ഒന്നുകൂടെ വിളിച്ചു. അയാളിപ്പോൾ പറയുന്നത് NTSBയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉടനെ വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ല എന്നാണ്. അതേക്കുമ്പോൾ ഭാര്യ പറയുന്നത് നിങ്ങൾ പതുക്കെ വന്നാൽ മതി, അല്ലെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ആവശ്യം അവിടെയല്ലേ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെ അടുത്തും പറയണമല്ലോ. മാത്രമല്ല നിങ്ങളിപ്പോൾ എല്ലാവരുടെയും ഒരു ഹീറോ ആണ്, എല്ലാവരുടെ ജീവനാണ് നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ നല്ല ടെൻഷനിലാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിട്ട് ആരെന്ന് വെച്ചാൽ മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഭാര്യയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഈ സള്ളിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അയാളിപ്പം ഒരു റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയവും അയാൾ ആ റൂമിന്റെ ജനൽ വഴി പുറത്ത് കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് നോക്കുന്നത്. അതിനിടയിൽ ഒരു വിമാനം അങ്ങോട്ട് വന്നിട്ട് ഒരു ബിൽഡിങ്ങിൽ വന്ന് ഇടിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ആ വിമാനം അങ്ങോട്ട് വന്ന് ഇടിക്കുന്നത് അയാൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇങ്ങനെ കാണാനുള്ള കാരണം ഒരുപക്ഷെ അന്ന് ആ നദിയിലേക്ക് ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ വിമാനവും ഇതുപോലെ ചെന്നിട്ട് ബിൽഡിങ്ങിൽ ഇടിച്ചാനെ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇങ്ങനെ ഞെട്ടലോടെ ഇതുപോലത്തെ കാഴ്ചകൾ കാണുന്നത്. ഈ സമയത്താണ് വേറൊരുത്തരം അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോൾ പറയുന്ന കാര്യം സള്ളിയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർക്കൊരു കാര്യം മനസ്സിലായത് ഈ വിമാനത്തിന്റെ ഇടത്തെ എഞ്ചിൻ ചെറുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ആ എഞ്ചിൻ വെച്ചിട്ട് വിമാനത്തിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അത്രേ. ഈ ഒരു കാര്യമാണ് അയാളിപ്പോൾ സള്ളിയുടെ അടുത്ത് പറയുന്നത്. അതേക്കുന്ന സള്ളി പറയുന്നത് ഒരിക്കലും അങ്ങനെ വരത്തില്ല, വിമാനം വായുവിൽ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് എന്നാണ് സള്ളി ഇതിന് മറുപടി പറയുന്നത്. മാത്രമല്ല അയാളത് പറഞ്ഞതിന് ശേഷം സള്ളിയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലുമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സള്ളി അടുത്ത മീറ്റിങ്ങിന് പോവാണ്. ഈ സമയം അവിടെ കുറെ പത്രക്കാർ കൂടിയിട്ടുണ്ട്. അവർ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് സള്ളിയുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ പത്രക്കാരുടെ മുമ്പിൽ മുഖം കാണിക്കാത്തത്? അപ്പൊ നിങ്ങളെടുത്ത തീരുമാനം തെറ്റായിരുന്നു അല്ലേ? ഇനിയിപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാൻ പോവാണോ എന്നൊക്കെ സള്ളിയെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സള്ളി അതിനൊന്നും മറുപടി പറയാതെ വേഗം തന്നെ വണ്ടിക്കകത്തേക്ക് കയറി. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇന്നത്തെ മീറ്റിംഗിൽ അവർ ആദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ നദിയിൽ വിമാനം ലാൻഡ് ചെയ്തു എന്നാണ്. ആ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം മറുപടി പറയുന്നത് ഫസ്റ്റ് ഓഫീസറായ ജെഫ് ആണ്. നോക്ക് ഓഫീസേഴ്സ്, അന്ന് കോക്പിറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആകെ 2 പേർക്കാണ് അറിയുന്നത്. അതാണ് ഞങ്ങൾ 2 പേരും. ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനാകെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് ക്യാപ്റ്റനായ സള്ളിയാണ്. അദ്ദേഹം വിമാനം ഓടിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇനി എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ അടുത്ത് തന്നെ ഞാൻ A320 എയർബസിൽ പരിശീലനം കഴിഞ്ഞ ആളാണ്. ആ ഒരു നിലയ്ക്ക് എനിക്കും പറയാൻ പറ്റും അന്ന് ആ വിമാനം അങ്ങനെ നിയന്ത്രിക്കാനും എവിടെങ്കിലും കൊണ്ടുപോയി ഇറക്കാനും പറ്റിയത് ക്യാപ്റ്റൻ സള്ളി APU ഓൺ ചെയ്തുകൊണ്ട് മാത്രമാണ്. എന്നാൽ ജെഫ് അത് പറയുമ്പം മറ്റൊരു ഓഫീസർ ചോദിക്കുന്നത് അദ്ദേഹം QRH പിന്തുടരുകയല്ലായിരുന്നു എന്നാണ്. ഈ QRH എന്ന് പറയുന്നത് വിമാനത്തിൽ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ചെറിയ പുസ്തകം ഉണ്ടാവും. അതിൽ നോക്കിയിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓഫീസർ അത് പറയുമ്പോൾ ഒരിക്കലും അല്ല, സള്ളി ഒരിക്കലും എഴുതി വെച്ച നിയമങ്ങൾ പിന്തുടരുകയായിരുന്നില്ല. QRH എന്റെ കയ്യിലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് അറിയാം. എഞ്ചിൻ നിലച്ച ഉടനെ തന്നെ അദ്ദേഹം APU ഓൺ ചെയ്തു. എയർബസിന്റെ QRH പ്രകാരം 15ാമത് ചെയ്യേണ്ട നിർദ്ദേശമാണത്. ഈ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ നിലത്ത് കിടന്നേനെ. അങ്ങനെ സംഭവിക്കാതിരുന്നതാണോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? അല്ല, നിങ്ങളുടെ ചോദ്യം ചെയ്യലൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് ജെഫ് പറയുന്നത്. ജെഫ് അത് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് ആർക്കും മിണ്ടാട്ടമൊന്നുമില്ല. ഈ സമയം അതുവരെ മൗനത്തിലിരുന്ന സള്ളി കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങി. നോക്ക് ഓഫീസേഴ്സ്, ജെഫ് പറഞ്ഞു വരുന്നത് A320 എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, സാധിക്കില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ്. കൊല്ലപ്പെട്ട ഒരുപാട് പൈലറ്റുകളുടെ റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല പല വിമാനാപകടങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. സള്ളി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരിടയിൽ കയറാൻ തുടങ്ങി. ശരി, മനസ്സിലായി, അതിലിപ്പോൾ ആർക്കും ഒരു സംശയമില്ല, നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ നല്ല മികച്ചൊരു പൈലറ്റ് തന്നെയാണ്.
പക്ഷെ മറ്റു വിമാനങ്ങളുടെ കാര്യമല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. US എയർവേസിന്റെ 1549 എന്ന വിമാനത്തെക്കുറിച്ചാണ്. ഞങ്ങളുടെ അന്വേഷണ പ്രകാരം അതിന്റെ ലെഫ്റ്റ് എഞ്ചിൻ വർക്കിംഗ് ആയിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിമാനം എയർപോർട്ടിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തില്ല? അതാണ് അവരുടെ ചോദ്യം. അവരത് പറഞ്ഞതും സള്ളി വല്ലാതെ റേസ് ആവാൻ തുടങ്ങി. ലെഫ്റ്റ് എഞ്ചിൻ വർക്കിംഗ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. ആ എഞ്ചിൻ എനിക്ക് കാണിച്ചതാ, ഞാൻ തെളിച്ചു തരാം അത് വർക്കിംഗ് അല്ലാന്ന് എന്നാണ് സള്ളി പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവര് പറയുന്നത് വിമാനം ആ വെള്ളത്തിലേക്ക് ഇടിച്ചിറങ്ങിയ ആഘാതത്തിൽ ആ എഞ്ചിൻ എങ്ങോട്ടോ തെറിച്ചുപോയി, അത് ഇതുവരെയായിട്ടും വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെ എഞ്ചിൻ വർക്കിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമ്പ്യൂട്ടർ വഴി കണ്ടുപിടിച്ച കാര്യമാണ്. മാത്രമല്ല സള്ളി ആകാശത്തിരുന്ന് നേരിട്ട് ആ പ്രശ്നങ്ങളൊക്കെ അവർ താഴെ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. ഏകദേശം ഒരു 20 തവണയും കണ്ടു. അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലായത് ഈസി ആയിട്ട് വിമാനം അവിടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സിലെ ആൾക്കാരെ കൂടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. മാത്രമല്ല കോക്പിറ്റിലെ വോയിസ് റെക്കോർഡിങ്ങിലെ കാര്യങ്ങൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ ആ മീറ്റിംഗ് പിരിച്ചുവിടാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം സള്ളി വീണ്ടും അയാളുടെ ഭാര്യയെ വിളിച്ചു. പുള്ളി വല്ലാത്ത വിഷമത്തിലാണ്. ഇന്ന് ആ മീറ്റിംഗിൽ നടന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അയാളുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇനി ആ എഞ്ചിൻ എങ്ങാനും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. ഇതൊന്നും കൂടാതെ ഫിനാൻഷ്യലിയും ചില പ്രശ്നങ്ങളൊക്കെ അയാളുടെ കുടുംബത്തിനുണ്ട്. ഇതുകൊണ്ടൊക്കെ ജോലി എങ്ങാനും പോവോ എന്നൊരു പേടിയും കൂടെ അയാൾക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് അയാളിപ്പോൾ വൈഫിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടതിന് ശേഷം വൈഫ് ചോദിക്കുന്നത്, അല്ല എന്റെ ഒരു സംശയം മാത്രമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ നദിയിലേക്ക് വിമാനം ഇറക്കിയത്? ആരെങ്കിലും അങ്ങനെ ചെയ്യോ? വെള്ളത്തിലേക്കൊക്കെ ചെന്ന് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് അയാളുടെ ഭാര്യ ചോദിക്കുന്നത്. അവസാനം ഭാര്യയും അതേ ചോദ്യം ചോദിക്കുമ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യയുടെ അടുത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് രാവിലെ തന്നെ അയാൾ ജോലിക്കെത്തി. 150 പാസഞ്ചേഴ്സ് ഫ്ലൈറ്റിലുണ്ട്. മാത്രമല്ല പൈലറ്റുമാരടക്കം 5 ക്രൂ മെമ്പേഴ്സും. ഇവരൊക്കെ സെറ്റാണ്. ക്യാപ്റ്റനായ സള്ളിയും ഫസ്റ്റ് ഓഫീസറായ ജെഫും വിമാനത്തിൽ തന്നെയുണ്ട്. അവരിങ്ങനെ കോക്പിറ്റിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ എല്ലാ ക്ലിയറൻസും കിട്ടിയതിന് ശേഷം അവർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് മുകളിലെത്തിയതും കുറേ പക്ഷികൾ വന്നിട്ട് ആ വിമാനത്തിനടിക്കുകയാണ്. അതോടുകൂടെ സ്പോട്ടിൽ 2 എഞ്ചിനും തകർന്നുപോയി. ഇപ്പൊ ആ വിമാനം ഒരു പവറും ഇല്ലാതെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം സള്ളി ജെഫിന്റെ അടുത്ത് പറയുന്നത്, എത്രയും പെട്ടെന്ന് QRH എടുത്ത് നോക്ക്, 2 എഞ്ചിനും നിലച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് വേഗം ചെക്ക് ചെയ്യുന്നതാണ്. മാത്രമല്ല അയാൾ ആ APU ഓണാക്കുകയും ചെയ്തു. ഈ APU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി പവർ യൂണിറ്റ് ആണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം സള്ളി വേഗം ATSൽ വിളിച്ചു. ഞങ്ങളുടെ വിമാനത്തിൽ ഇങ്ങനെ പക്ഷികൾ ഇടിച്ചിട്ടുണ്ട്, 2 എഞ്ചിനും കേടായി, ഇപ്പൊ ഞങ്ങൾക്ക് ത്രസ്റ്റ് ഒന്നുമില്ല. ഇനി ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് ലാഗ്വാഡിയ എയർപോർട്ടാണുള്ളത്, ഞങ്ങൾക്ക് അങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് സള്ളി ചോദിക്കുന്നത്. അത് കേട്ട ഉടനെ ATSലെ ആൾക്കാരൊക്കെ ലാഗ്വാഡിയ എയർപോർട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു വിമാനം അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അവരും അവിടുത്തെ ക്ലിയറൻസ് കൊടുത്തു. എന്നാൽ ഈ സമയം സള്ളി അവിടേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലാഗ്വാഡിയയിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ വലതുഭാഗത്തെ കാര്യമാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ന്യൂജേഴ്സിയിലോ അല്ലെങ്കിൽ ടീറ്റോബ്രോ എയർപോർട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അത് കേട്ട ഉടനെ തന്നെ ATSലെ ആൾക്കാരൊക്കെ ആ എയർപോർട്ടുകളിലേക്കും വിളിച്ചു. ടീറ്റോബ്രോയിൽ ലാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് അയാൾ സള്ളിക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അവർക്ക് ഇപ്പം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇനി പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് താഴെ ചെന്നിടിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ അയാൾക്ക് തോന്നുന്ന ഒരാശയമാണ് ആ നദിയിലേക്ക് ചെന്നിറക്കുക എന്നുള്ളത്. ആ കാര്യം അയാൾ ATSൽ അറിയിക്കുകയും ചെയ്തു. അതോടുകൂടെ ആ കോള് കട്ടാവുകയും ചെയ്തു. മാത്രമല്ല ATSലെ ആൾക്കാർ ചെക്ക് ചെയ്യുമ്പോൾ റഡാറിൽ അവരുടെ വിമാനം കാണുന്നുമില്ല. അതിപ്പോൾ അത്രയും താഴ്ന്നു പോയി. ഈ സമയം അതിലൊരു ഹെലികോപ്റ്റർ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പൊ ATSലെ ആൾക്കാർ ആ ഹെലികോപ്റ്ററിനെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. ഹെലികോപ്റ്ററിലെ ആൾക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് ആ വിമാനം കാണുന്നുണ്ട്, അവരെങ്ങോട്ടും തിരിച്ചിട്ടൊന്നുമില്ല, അവർ വളരെ താഴ്ന്ന് നദിയുടെ തൊട്ടടുത്തെത്തി, അത് ഉറപ്പായിട്ടും നദിയിലേക്ക് വീഴാൻ പോവാണെന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ATSലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ടെൻഷനായി. പക്ഷെ സള്ളി അവരോട് സംസാരിച്ചത് വളരെ കൂളായിട്ടാണ്. അതുകൊണ്ട് അവർക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ആർക്കും ഒരു അപകടവും പറ്റാതെ ഇരുന്നാൽ മതി എന്നാണ് അവരിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇതേ സമയം തന്നെ സള്ളിയാണെങ്കിൽ ആ വിമാനം നദിയിലേക്ക് ഇങ്ങനെ ഇറക്കുകയാണ്. അങ്ങനെ അയാളെ കൊണ്ടാവുന്ന രീതിയിൽ ആ വിമാനം കൺട്രോൾ ചെയ്തിട്ട് അയാൾ ആ വിമാനം നദിയിലേക്ക് ഇടിച്ചിറങ്ങി. ഇത്രയും കാര്യങ്ങളാണ് സള്ളി ഇപ്പോൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് തന്റെ ഹസ്ബൻഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ ആ സംസാരത്തിന് ശേഷം സള്ളിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പം ആ വിമാനം വെള്ളത്തിലേക്ക് ഇടിച്ചിറങ്ങിയതിന് ശേഷം എന്താണ് സംഭവിച്ചത് നോക്കാം. വിമാനം ഇടിച്ചിറങ്ങിയതിന് ശേഷം ആൾക്കാരൊക്കെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ ക്രൂ മെമ്പേഴ്സ് ആരും തന്നെ പാനിക് ആയിട്ടില്ല. അവരിങ്ങനെ ആൾക്കാർക്കൊക്കെ ധൈര്യം കൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ഒക്കെ തുറന്നിട്ട് അവർ ആ വെളിയിലേക്ക് ഇറങ്ങുന്ന സാധനം പുറത്തേക്ക് ഇട്ടു. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്രൂ മെമ്പേഴ്സ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം ആ വെള്ളത്തിൽ ഫ്ലോട്ടായി കിടക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെ മുകളിലാണ്. ബാക്കി എല്ലാവരും വിമാനത്തിന്റെ ചിറകുകളിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവരെ രക്ഷിക്കാൻ വേണ്ടി ബോട്ടുകൾ അങ്ങോട്ട് എത്തി. അങ്ങനെ ഒരാൾക്ക് ഒരു ചെറിയ പോറലോലും പറ്റാതെ അവരാ യാത്രക്കാരെ മൊത്തം അവിടെയുള്ള ബോട്ടുകളിലേക്ക് കയറ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് ആ വിമാനം അപകടത്തിൽപ്പെട്ടതും അവിടെയുള്ള ആൾക്കാരൊക്കെ റെസ്ക്യൂ ചെയ്തതും. ഇനി കാണിക്കുന്നത് സള്ളിയുടെ ഫൈനൽ ഹിയറിംഗ് ആണ്.
ഇതൊരു കോടതി പോലെയാണ്. അവർ കണ്ടെത്തിയ കാര്യങ്ങളും പിന്നെ സള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ട് തലപ്പത്തിരിക്കുന്നവന്മാരൊക്കെ വിധി പറയും. ആ വിധി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം സള്ളിക്ക് ഇനി ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. അങ്ങനെ സള്ളിയും ജെഫും അവരുടെ സീറ്റിലേക്ക് ഇരുന്നു. ആദ്യം അവർക്ക് അവിടുത്തെ ഒരു TV സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നത് വിമാന കമ്പനി അയച്ചു കൊടുത്ത സിമുലേറ്റർ വീഡിയോ ആണ്. ഈ സിമുലേറ്റർ എന്താണ് എന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് പക്ഷികൾ വന്നിടിച്ച ഉടനെ തന്നെ അവർ ലാഗ്വാഡിയ എയർപോർട്ടിലേക്ക് വിമാനം പറത്തി നോക്കിയതാണ്. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. ഇനി രണ്ടാമത്തെ TV സ്ക്രീനിൽ കാണിക്കുന്നത് ടീറ്റബ്രോ എയർപോർട്ടിലേക്ക് വിമാനം പറത്തി നോക്കിയതാണ്. അവിടേക്കും അവർക്ക് ഈസി ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് വീഡിയോയും കാണിച്ചു കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അവർ സള്ളിയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന സള്ളി സംസാരിക്കാൻ തുടങ്ങി. ശരി, കമ്പ്യൂട്ടർ സിമുലേറ്റർ പ്രകാരം എല്ലാം കറക്റ്റാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഈ രണ്ട് സിമുലേറ്ററിൽ ഇരിക്കുന്ന പൈലറ്റുമാർ എന്താണ് ചെയ്തത്? പക്ഷികൾ ഇടിക്കുന്നു, അടുത്ത സെക്കൻഡിൽ തന്നെ അവർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് തിരിക്കുകയാണ്, ഒന്നും ചിന്തിക്കാതെ തന്നെ. അതായത് അവർക്കെല്ലാം നേരത്തെ അറിയാം പക്ഷികൾ ഇടിക്കുമെന്നും അപ്പോൾ തന്നെ ഏത് എയർപോർട്ടിലേക്ക് തിരിക്കണമെന്നും. പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെ ആയിരുന്നോ? ഞങ്ങൾക്കൊന്നും മുൻകൂട്ടി അറിയത്തില്ലായിരുന്നു. മാത്രമല്ല വിമാനം ഒരുപാട് താഴെയുമായിരുന്നു. ഇതൊന്നും കൂടാതെ ചരിത്രത്തിൽ തന്നെ ഒരു വിമാനത്തിനും സംഭവിക്കാത്ത അത്രയും താഴ്ചയിൽ വെച്ച് ഞങ്ങളുടെ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും കേടായി. എന്നിട്ടും അടിയന്തരമായിട്ട് വെള്ളത്തിലേക്ക് ഞങ്ങൾ ലാൻഡ് ചെയ്തു, ഒരാൾക്കും ഒരു അപകടം പോലും പറ്റാതെ. ഇത്രയും ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ഒരു പരിശീലനവും കിട്ടാതെയാണ്. ഞങ്ങൾക്കെന്നല്ല ആർക്കും ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിക്കാണത്തില്ല. പിന്നെ ഒരു സംശയത്തിന്റെ പുറത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി ഈ പൈലറ്റുമാർ എത്ര തവണ പരിശീലനം നടത്തിയിട്ടുണ്ട്? ഈ പൈലറ്റുമാരുടെ കഴിവിനെ ചോദ്യം ചെയ്യാനല്ല എന്റെ ഈ ചോദ്യം. അവരൊക്കെ മികച്ച പൈലറ്റുമാർ തന്നെയാണ്. പക്ഷെ പക്ഷികൾ ഇടിച്ച ഉടനെ തന്നെ അവർക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനോ തീരുമാനം എടുക്കാനോ ഉള്ള സമയം പോലും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. പക്ഷികൾ ഇടിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയമെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ATSൽ വിളിച്ചത്. അതുകൊണ്ട് പറ, എത്ര തവണ ഈ പൈലറ്റുമാർ ഈ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്? സള്ളിയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ 17 തവണ അവർ ആ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ ഇരിക്കുന്ന ആ ലേഡി പറയുന്നത്. അവരത് പറയുമ്പം അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു ഷോക്കായിരുന്നു. അങ്ങനെ അവർ വീണ്ടും ഒരു സിമുലേഷൻ വീഡിയോ കൂടെ തയ്യാറാക്കി. ഈ വീഡിയോയിൽ പക്ഷികൾ ഇടിച്ചതിന് ശേഷം 37 സെക്കൻഡുകൾ കഴിഞ്ഞാണ് പൈലറ്റുമാർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ചെയ്തിരിക്കുന്നത്. 2 എയർപോർട്ടിലേക്ക് പോകുന്ന സിമുലേഷൻ വീഡിയോയും കാണിക്കുന്നുണ്ട്. പക്ഷെ 37 സെക്കൻഡ് കഴിഞ്ഞ് ഫ്ലൈറ്റ് തിരിച്ചപ്പോൾ ആ 2 ഫ്ലൈറ്റ് സിമുലേറ്ററുള്ള പൈലറ്റ്സിനും ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് താഴേക്ക് ചെന്നിട്ട് ക്രാഷ് ആവുകയാണ്. ഈ ഒരു സിമുലേഷൻ വീഡിയോയിലൂടെ സള്ളി എങ്ങാനും ഏതെങ്കിലും എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് തിരിച്ചെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് കോക്പിറ്റിൽ നിന്ന് കിട്ടിയ വോയിസ് റെക്കോർഡിലെ വോയിസ് എല്ലാവരും കേൾപ്പിക്കുന്നതാണ്. അത് ഓൾറെഡി വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇനി ഇവിടെ പറയുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അവരിപ്പോൾ വിധി പറയാൻ തുടങ്ങി. മൊട്ടത്തലേനാണ് സംസാരിക്കുന്നത്. സത്യം പറയാലോ, ആദ്യമായിട്ടാണ് ഞാനൊരു വിമാനാപകടത്തിന്റെ റെക്കോർഡിംഗ് അതിന്റെ ക്യാപ്റ്റന്റെയും ഫസ്റ്റ് ഓഫീസറുടെയും കൂടെ ഇരുന്നിട്ട് കേൾക്കുന്നത്. നിങ്ങളൊരു സംഭവം തന്നെ ക്യാപ്റ്റൻ എന്നാണ് ആ മൊട്ടത്തലയും പറയുന്നത്. അങ്ങനെ ആ മൊട്ടത്തലയും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ലേഡി മറ്റൊരു കാര്യം കൂടെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് അവര് നഷ്ടപ്പെട്ടു പോയ ആ ലെഫ്റ്റ് എഞ്ചിൻ കണ്ടെടുത്തു. സള്ളി പറഞ്ഞതുപോലെ തന്നെ അതൊരു വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല. അതായത് ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് തെറ്റുപറ്റി. അവരത് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ സള്ളിയെ തന്നെയാണ് നോക്കുന്നത്. ഈ സമയം സള്ളിയുടെ മുഖത്താണെങ്കിലോ ചെറിയൊരു പുഞ്ചിരി മാത്രം. അങ്ങനെ ആ ലേഡി വീണ്ടും ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞാനൊരു കാര്യം പറയാണ്. ഫ്ലൈറ്റിലെ മറ്റ് ജീവനക്കാർ, എഞ്ചിനീയർമാർ, പക്ഷി വിദഗ്ധർ എന്നിവരോടൊക്കെ ഞാൻ സംസാരിക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവത്തിൽ ഒരു എക്സ് ഫാക്ടർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളാണ് ക്യാപ്റ്റൻ. നിങ്ങളില്ലായിരുന്നെങ്കിൽ എല്ലാ കണക്കൂട്ടലുകളും പഴച്ചേനെ. ചുരുക്കി പറഞ്ഞ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വിമാനത്തിൽ ആളുകൾ രക്ഷപ്പെടത്തില്ലായിരുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ സള്ളി അതിന് മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല ഓഫീസർ, അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ എന്നൊരു ഘടകമായിരുന്നില്ല അത്, ഞങ്ങൾ എന്ന ഘടകമായിരുന്നു. അതിൽ ഫസ്റ്റ് ഓഫീസറായ ജെഫ് ഉണ്ട്, ക്യാബിൻ ക്രൂ ഉണ്ട്, പിന്നെ ഫ്ലൈറ്റിലെ ഓരോ പാസഞ്ചേഴ്സും ഉണ്ട്. മാത്രമല്ല എല്ലാ രക്ഷാപ്രവർത്തകരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. അല്ലാതെ ഇതെന്നിൽ മാത്രം ഒതുങ്ങുന്നൊന്നല്ല എന്നാണ് സള്ളി പറയുന്നത്. സള്ളി അത് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ അവസാനമായി ആ ലേഡി നമ്മുടെ ജെഫിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? പിന്നെ തീർച്ചയായിട്ടും, പക്ഷെ ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ജൂലൈയിലെ വേനൽക്കാലത്തേക്ക് മാറ്റിയേനെ എന്നാണ് ജെഫ് മറുപടി പറയുന്നത്. അവന്റെ ആ തമാശ കലർന്നിട്ടുള്ള ആ മറുപടി കേട്ട് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആ ലേഡിക്കും ചിരിയടക്കാൻ സാധിക്കുന്നില്ല, കൂടെ നമ്മുടെ സള്ളിക്കും. ഇതോടുകൂടെ ഈ ഒരു ചെറിയ കഥ അല്ല, ഈ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ വിശദീകരണം അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ എൻഡ് ടൈറ്റിൽ കാണിക്കുമ്പോൾ യഥാർത്ഥ സംഭവത്തിന്റെ കുറെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല യഥാർത്ഥ ക്യാപ്റ്റൻ അതിലെ പാസഞ്ചേഴ്സുമായിട്ട് സംസാരിക്കുന്ന ചില വീഡിയോ ഫൂട്ടേജസും.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.